ആശുപത്രി 10 ദിവസം കൂടി ആയുസുള്ളെന്ന് ഡോക്ടർ പറഞ്ഞു. അമ്മയോടാ പറഞ്ഞത്? അല്ല, അമ്മയാണ് ഡോക്ടറോട് സംസാരിച്ചത്? ആദ്യം ചോദിച്ചിരുന്നു എപ്പോഴാണ് നാട്ടിൽ നിന്ന് അച്ഛൻ വരുന്നത് എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഇങ്ങനെ പറയാനാണെന്ന് അറിയില്ലായിരുന്നു. എവിടെയുള്ള ഡോക്ടർ അത്? അവിടത്തെ RCC. ട്രിവാൻഡ്രത്ത്. അപ്പൊ ഇങ്ങനെ പറയാനാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ ടെൻഷനാവോ എന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കാം. പിന്നെ അച്ഛൻ വന്നു, അച്ഛനോട് പറഞ്ഞു 10 ദിവസം കൂടെ അത്രേ ഉള്ളൂ, അവൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഞങ്ങൾക്ക് ഈ 10 ദിവസം പരമാവധി സന്തോഷിപ്പിച്ച് നിർത്താനാ പറയുന്നത്. ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു കാര്യം അറിയുന്ന അവരിൽ നിന്ന്? അതെ അതെ. സംഭവം സീരിയസ് ആണെന്ന് അറിയാമായിരുന്നു? സീരിയസ് ആണെന്ന് അറിയാന്ന് വെച്ചാൽ അത്രയ്ക്ക് മോശമാണെന്നുള്ളത് അറിയില്ല. മരുന്ന് ചെയ്യാൻ പറ്റില്ല, അതിന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോളി, ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. എത്രാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഈ ക്യാൻസർ പിടിപെട്ടെന്ന് മനസ്സിലായത്? 13 വയസ്സ്, 13.5 വയസ്സ്. പഠിക്കുമായിരുന്നു അപ്പോ? 8ൽ പഠിക്കുകയായിരുന്നു. അപ്പൊ എന്ത് അസുഖത്തിനാണ് ഈ ആശുപത്രി പോയത്? എനിക്ക് കുഞ്ഞുനാൾ മുതലേ വീസിങ്ങിന്റെ ശ്വാസമുട്ടിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അതും ഉണ്ടായിരുന്നു, പിന്നെ പനി ഉണ്ടായിരുന്നു, പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോ എനിക്ക് ബാഗ് ഒന്നും തൂക്കിയിട്ട് പോകാൻ പറ്റില്ല. ബാഗിൽ ബുക്കും വെയിറ്റും വാട്ടർ ബോട്ടിലോ ടിഫിൻ ബോക്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് അതിന്റെ വെയിറ്റ് തൂക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ സ്കൂളിൽ പോകുമ്പോ വീട്ടില് ബെഡ്ഷീറ്റിലൊക്കെ ഇട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ടിഫിൻ ബോക്സ് ഒക്കെ മാറ്റിയിട്ടാണ് ഞാൻ പോവുക. ഒരു ദിവസം അമ്മ ഇത് കണ്ടുപിടിച്ചിട്ട്, അവർക്കൊന്നും പറയുമ്പോ വിശ്വാസം തരുന്നില്ല. എനിക്ക് വയ്യാന്ന് പറയുമ്പോ ഞാൻ സ്കൂളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ കള്ളത്തരം പറയാണെന്നല്ല അവന്റെ വിചാരം. പക്ഷെ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഇതെന്താ എനിക്ക് സംഭവിക്കണമെന്ന്. സ്കൂളിൽ എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോ ഞാൻ മാത്രം പുറത്ത് വന്ന് ഇങ്ങനെ ആലോചിക്കും എനിക്ക് എന്താ കുഴപ്പം. എനിക്ക് മനസ്സിലാവില്ല, ആരും പറയുമ്പോ വിശ്വസിക്കണില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്വാസം മുട്ടലിലും പനിക്കൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഡോക്ടറിനെ കണ്ടു. ഞാൻ ആദ്യം ഹോമിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ശ്വാസം മുട്ടിന്. അപ്പൊ അവിടെ പോയി മരുന്ന് കഴിച്ചാൽ അവിടെ ഇപ്പൊ നമ്മള് സ്കാനിങ്ങും അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത് കഴിക്കുമ്പോഴും കുറവുണ്ട്, വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി. അതുപോലെ തന്നെ പനിയാണെങ്കിലും വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി. അപ്പൊ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോ മരുന്ന് കഴിച്ചു, വീണ്ടും കുറഞ്ഞു, അത് പിന്നെയും വരാൻ തുടങ്ങി. അപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തപ്പോൾ ഈ സൈഡായിട്ട് എന്തോ റൈറ്റ് സൈഡായിട്ട് എന്തോ ഒരു വെള്ളം കെട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞു. റിബിലായിരുന്നു ക്യാൻസർ. അപ്പോഴും ക്യാൻസർ ആണെന്ന് ഉറപ്പില്ല. അവിടെ അഡ്മിറ്റ് ആയ സമയത്ത് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ളൊരു ചേച്ചി അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ അമ്മന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്താന്ന് ശരിക്കും മനസ്സിലാവണില്ല. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് ചെറിയ സ്കാനിങ് ഒന്ന് ചെയ്ത് നോക്കാം, CT സ്കാനിങ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് CT സ്കാൻ ചെയ്തു. അപ്പോഴും ഡോക്ടേഴ്സിന് അവിടെ എന്തോ വെള്ളം കെട്ടി നിൽക്കുകയാണെന്നാ പറഞ്ഞത്. ഇങ്ങനെ ക്യാൻസറിന്റെ ആണെന്നൊന്നും അവർക്ക് ഉറപ്പ് പറയാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞു ഇവിടുന്ന് ജൂബിലിക്ക് ഞങ്ങളെ റെഫർ ചെയ്യാം, ഞങ്ങൾ അവിടെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി സ്കാൻ ചെയ്ത് നോക്കി. ഇവിടുന്ന് കുറച്ച് കുത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. കുത്തിയെടുത്തപ്പോഴാണ് അറിഞ്ഞത് അത് ബയോപ്സി പത്തോളജി റിസൾട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് ക്യാൻസർ ആണ്, സ്പ്രെഡ് ആകുന്ന ടൈപ്പാണ്, നിങ്ങൾ വേഗം RCCക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അമ്മയുടെ അടുത്ത്. അപ്പോ ശരിക്കും പനിയായിട്ട് പോയ ഒരാള് ക്യാൻസർ ആയിട്ട് തിരിച്ചു വരിക പറയുന്നത് ലൈഫിൽ ഭയങ്കര ഒരു ഷോക്കിംഗ്. അതെനിക്ക് അറിയില്ല, അപ്പോഴും എനിക്കറിയില്ല. ഇല്ല, ഡോക്ടർ പറഞ്ഞപ്പോ എന്നെ പുറത്താക്കി, റൂമിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ 3 പേരാ. റൂമിൽ നിന്ന് പുറത്ത് വന്നപ്പോ ഏട്ടനും സിസ്റ്ററും കൂടി വന്നു, നേഴ്സും കൂടി വന്നു. അപ്പോ അവര് സിസ്റ്റർ എൻ്റെ അടുത്ത് തോളിൽ കൂടെ കയറ്റിട്ട് കുറച്ചുകൂടെ നടന്നിട്ട് പുഷ്പാഞ്ജലിക്ക് ഒന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, തിരുവനന്തപുരത്ത് പോയാൽ എല്ലാം ശരിയാവും, എല്ലാം കുഴപ്പമില്ലാണ്ട് വരാം. അപ്പൊ ഞാൻ പനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇത്ര ദൂരം പോകണം, ഇവിടെ നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് ചിരിച്ചിട്ട് ഒന്നുമില്ല, എനിക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഏട്ടൻ പറഞ്ഞു നമുക്ക് തിരുവനന്തപുരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, ഇതുവരെ നീ പോയിട്ടില്ലല്ലോ, നമുക്കൊന്ന് കണ്ടിട്ട് വരാന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഈ ഒരു അസുഖമാണ്, പനിക്ക് വേണ്ടി ഇത്ര ദൂരം ആരും പോകില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. അമ്മ ഉണ്ടായിരുന്നോ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ വേഗം പടരുന്ന ഒരു സ്വഭാവമുള്ള ക്യാൻസർ ആണ്, വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകണം, RCC പോകണം എന്ന് പറഞ്ഞ അമ്മ ഉണ്ടായിരുന്നു? അമ്മ ഇത് പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ. എങ്ങനെ പിടിച്ചിരുന്നു? പക്ഷെ മോളുടെ അടുത്ത് പറയാനും പറ്റില്ല, ഞങ്ങൾക്കത് അടക്കി പിടിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ ഞങ്ങൾ 10-15 ദിവസം കൊണ്ട് ഞങ്ങൾ RCC എത്തി. അവിടെ പോയി പെട്ടെന്ന് പോകാൻ പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ലേ? പോയി. ഞങ്ങള് ഇവിടെ നിന്ന് ജൂബിലിക്ക് പോയിരുന്നു. ജൂബിലി പോയി അവിടെ നിന്ന് ടെസ്റ്റ് ഒക്കെ നടത്തി അവര് പറഞ്ഞു നിങ്ങൾ നേരെ RCCക്ക് വിട്ടോളാൻ പറഞ്ഞു. ജൂബിലിന്ന് തന്നെ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ ട്രീറ്റ്മെന്റ് എന്താണെങ്കിലും നമുക്ക് ഇവിടെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് RCCക്ക് പോയത്. അപ്പൊ അവിടെ പോയപ്പോ തീരുമാനമായി. അപ്പൊ അവിടെ പോകുന്നവരെ മോൾ അറിഞ്ഞിട്ടില്ല ഇത് ക്യാൻസർ ആണെന്നുള്ളത്. പുഷ്പാഞ്ജലിയുടെ ട്വിൻ സിസ്റ്ററിന്റെ പേരെന്താ? ഗീതാഞ്ജലി. അപ്പൊ ഗീതാഞ്ജലി ആൻഡ് പുഷ്പാഞ്ജലി. അപ്പൊ ഗീതാഞ്ജലി ഇതൊന്നും അറിയുന്നില്ല. ഗീതാഞ്ജലി നിങ്ങളുടെ ഒരേ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഞങ്ങള് കുഞ്ഞിലെ മുതല് 8 വരെ ഡ്രസ്സൊക്കെ ഒന്നിച്ച് തന്നെയാണോ?
കണ്ട ആൾക്കാർക്ക് മാറിപ്പോവോ? മാറി. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാൻ തുടങ്ങി, മനസ്സിലാവണ്ടായി. ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ കൊടുക്കണ്ട. സ്കൂളിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് മാറിപ്പോവും, ടീച്ചേഴ്സിനൊക്കെ മാറിപ്പോവും. അപ്പൊ പിന്നെ ഞങ്ങള് ഡ്രസ്സ് ഒന്ന് മാറ്റി. അപ്പൊ ഇപ്പൊ ഗീതാഞ്ജലി എന്താ ചെയ്യുന്നത്? ഇപ്പൊ അവള് MBA ചെയ്യാം. അപ്പൊ പുഷ്പാഞ്ജലിയുടെ കൂടെ ഹോസ്പിറ്റലൊക്കെ വന്നായിരുന്നോ ഗീതാഞ്ജലി? അവളിപ്പോ ക്ലാസ് ഉണ്ട്, വെക്കേഷൻ ടൈമില് അവൾ എന്റെ കൂടെ വന്നു. നമ്മൾ RCCയിലേക്ക് മടങ്ങിയാൽ, തിരുവനന്തപുരത്തെ RCC എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരുപാട് രോഗികൾക്കിടെ ആശാ കേന്ദ്രമാണ് RCC. അപ്പൊ അവിടെ എന്തിനാണ് പോകുന്നതെന്ന് പുഷ്പാഞ്ജലി ആലോചിച്ചോ RCC ചെന്നപ്പോ? സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വരെ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. RCC ഉണ്ട് ഇങ്ങനെ, എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഉള്ളതേ അറിയില്ല. അപ്പൊ പോയി അവിടെ എത്തിയപ്പോഴാണ് റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, എനിക്ക് ഇതാണ് അസുഖം എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ അമ്മയോടും ചോദിച്ചോ? ഇല്ല, ഞാൻ ആരോടും ചോദിച്ചില്ല. എന്റെ മുത്തശ്ശിക്ക് ക്യാൻസർ വന്നിട്ട് മരിച്ചതാ, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്യാൻസർ അങ്ങനെ. പക്ഷെ അപ്പോഴും എനിക്ക് ആ ഒരു ഏജിന്റെ ആണോന്ന് അറിയില്ല, എനിക്ക് പേടിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. മരുന്നൊക്കെ ചെയ്താൽ മാറാം എന്നുള്ളൊരു, കുഞ്ഞിലേ മുതൽ ശ്വാസം മുട്ടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഇഞ്ചക്ഷൻ ഹോസ്പിറ്റൽ അതുകൊണ്ട് പേടിയുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ മാറും എന്നുള്ളൊരു ഇതില് ഞാൻ അങ്ങനെ പോയി. പിന്നെ നമ്മള് വലിയ വലിയ ഇഞ്ചക്ഷനും അതൊക്കെ കാണുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ കീമോ. എപ്പോഴാണ് കൃത്യമായി ഡോക്ടറിൽ നിന്ന് പുഷ്പാഞ്ജലി അറിയുന്നത് ക്യാൻസർ രോഗബാധയാണ്, അതും അപകടം പിടിച്ച വ്യാപിക്കുന്ന ഒരു ക്യാൻസർ ആണ്, ക്യാൻസർ ആണ്? ഞാൻ എന്റെ അടുത്ത് ആരും അറിഞ്ഞിട്ടില്ല. ഞാനായിട്ട് അത് കണ്ട് മനസ്സിലാക്കിയത്. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കാനും പോയിട്ടില്ല, എനിക്ക് ക്യാൻസർ ആണോ മാറുമോ അങ്ങനെ ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. ഒരു പേടി എന്തായിരുന്നു? പുഷ്പാഞ്ജലി പെട്ടെന്ന് മരിച്ചു പോകും അങ്ങനെയുള്ള ഭയമായിരുന്നോ? അവരൊന്നും എന്റെ അടുത്ത് മാറിയിട്ടില്ല. ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ പിന്നെ അമ്മ എന്റെ അടുത്ത് തന്നെയാ. അമ്മക്ക് എന്ത് പറ്റി? ഞാൻ തകർന്നു സാർ, പറയുകയാണെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ആ സമയത്ത്.